പ്രിയപ്പെട്ട സുഹൃത്ത് നമസ്കാരം. ജെഡിഎസ് കറണ്ട് അഫേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 13 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജെഡിഎസ് കറണ്ട് അഫേഴ്സ്. 2023 28 പ്രാവശ്യം എവറസ്റ്റ് കീഴടക്കി റെക്കോർഡുണ്ടാക്കിയിട്ടുള്ള വ്യക്തിയാണ് ഷെർപ്പ കാമിറിത്ത. ഇപ്പൊ കാമിറിത്ത ഈ പ്രാവശ്യം, അതായത് 2024 മെയ് 12 29ാമത്തെ പ്രാവശ്യം എവറസ്റ്റ് കീഴടക്കിക്കൊണ്ട് സ്വന്തം റെക്കോർഡ് തകർത്തു. ഇന്നിപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ എവറസ്റ്റ് കീഴടക്കിയിട്ടുള്ള വ്യക്തി എന്ന് ചോദിച്ചാൽ അത് കാമിറിത്തയാണ്. 54 വയസ്സുള്ള കാമിറിത്ത 8849 മീറ്റർ ഉയരമുള്ള എവറസ്റ്റ് മെയ് 12, അതായത് ഇന്നലെ കീഴടക്കി. ഈ കാര്യം അറിയിച്ചിട്ടുള്ളത് നേപ്പാളിസ് മിനിസ്ട്രി ഓഫ് ടൂറിസം ആൻഡ് സിവിൽ ഏവിയേഷന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലെ ഡയറക്ടർ ആയിട്ടുള്ള രാകേഷ് ഗുറുങ് ആണ്. ഈ ഒരു എക്സ്പെഡിഷൻ ഓർഗനൈസ് ചെയ്തിട്ടുള്ളത് 7 സമ്മിറ്റ് ട്രക്സ് ആണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് ജെഡിഎസ് കറണ്ട് അഫേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. ജെഡിഎസ് കറണ്ട് അഫേഴ്സിന്റെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ മറ്റു കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. മേഘാലയയിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആയി നിയമിക്കപ്പെട്ടത് ആരാണ്? ഇദാഷിത നോങ്റാങ്. മേഘാലയ എന്ന സംസ്ഥാനം, ഇതിന്റെ ക്യാപിറ്റൽ ആണ് ഷില്ലോങ്. മേഘാലയ സംസ്ഥാനത്തിലെ ആദ്യത്തെ ഒരു വനിതാ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് DGP ആയിട്ട് ഇദാഷിഷ നോങ്റാങ് ചുമതല ഏറ്റെടുക്കുകയാണ്. മേഘാലയയിലെ കാസി എന്ന കമ്മ്യൂണിറ്റിയിലെ അംഗമാണ് ഇദാസിഷ. 1992 ബാച്ചിൽ IPS ഓഫീസർ ആയിട്ടുള്ള ഇദാസിഷയാണ് ലജ്ജാർ ആൻഡ് ബിഷ്ണോക്ക് ശേഷം മേഘാലയയുടെ DGP ആയിട്ട് വരുന്നത്. 2024 മെയ് 13 മുതൽ 15 വരെ ടാൻസാനിയ സന്ദർശിക്കാൻ പോകുന്ന ഡയറക്ടർ ജനറൽ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ പേര് ലഫ്റ്റനന്റ് ജനറൽ DS റാണ. ഈ വരുന്ന മെയ് 13 മുതൽ 15 വരെ ടാൻസാനിയ എന്ന രാജ്യത്തേക്ക് ഇന്ത്യൻ ആർമിയിലെ ഡയറക്ടർ ജനറൽ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി DGDIA ലഫ്റ്റനന്റ് ജനറൽ DS റാണ സന്ദർശിക്കുകയാണ്. ലഫ്റ്റനന്റ് ജനറൽ എന്നത് ഇന്ത്യൻ ആർമിയിലെ ഏറ്റവും ടോപ്പ് ലെവലിൽ രണ്ടാമത്തെ റാങ്ക് ആണ്. ഏറ്റവും ടോപ്പ് ലെവലിൽ വന്ന റാങ്ക് ആണ് ജനറൽ. അതിന് തൊട്ട് താഴെ വരുന്ന റാങ്ക് ആണ് ലഫ്റ്റനന്റ് ജനറൽ. അതിന് താഴെ മേജർ ജനറൽ. ലഫ്റ്റനന്റ് ജനറൽ DS റാണയാണ് ടാൻസാനിയയിലേക്ക് 3 ദിവസത്തെ സന്ദർശനം നടത്തുന്ന ഓഫീസർ. ടാൻസാനിയ പീപ്പിൾ ഡിഫൻസ് ഫോഴ്സിന്റെ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ ജേക്കബ് ജോൺ മുകുന്ദയുമായും അതേപോലെ തന്നെ ചീഫ് ഓഫ് ഡിഫൻസ് ഇന്റലിജൻസിന്റെ മേജർ ജനറൽ MN മെക്രമിയുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇപ്പൊ പ്രധാനമായിട്ടും പറയുമ്പോൾ ടാൻസാനിയ എന്ന രാജ്യം ഇത് ഈസ്റ്റ് ആഫ്രിക്കൻ രാജ്യമാണ്. ഇതിന്റെ ക്യാപിറ്റൽ ആണ് ഡൊഡോമ. ഇവിടുത്തെ ഭാഷ സ്വാലിയും ഇംഗ്ലീഷുമാണ്. കറൻസി ടാൻസാനിയ ഷില്ലിംഗ്. റഷ്യയുടെ പ്രധാനമന്ത്രിയായി വീണ്ടും നിയമിതനായത് ആരാണ്? മിഖായിൽ മിഷുസ്റ്റിൻ. റഷ്യയുടെ പ്രസിഡന്റ് ആണ് വ്ളാഡിമിർ പുടിൻ. അദ്ദേഹം റഷ്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് മിഖായിൽ മിഷുസ്റ്റിനെ വീണ്ടും നിയമിച്ചു. ഈ കഴിഞ്ഞ മെയ് 7 റഷ്യയുടെ പ്രസിഡന്റ് ആയിട്ട് വീണ്ടും വ്ളാഡിമിർ പുടിൻ ചുമതല ഏറ്റെടുത്തു. അതായത് 5ാമത്തെ ടേം ആണ് വ്ളാഡിമിർ പുടിന്റെ റഷ്യയുടെ പ്രസിഡന്റ് ആയിട്ട്. അപ്പൊ ഈ ഒരു സ്ഥാനത്തേക്ക് വന്ന വ്ളാഡിമിർ പുടിൻ അദ്ദേഹത്തിന്റെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന മിഖായിൽ മിഷുസ്റ്റിനെ വീണ്ടും ആ സ്ഥാനത്തേക്ക് അപ്പോയിന്റ് ചെയ്തു. 2022 ഫെബ്രുവരി മുതൽ റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് പല രാജ്യങ്ങളും റഷ്യയെ എതിർക്കുന്ന സമയത്തും മിഖായിൽ മിഷുസ്റ്റിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേഷൻ ആണ് വീണ്ടും അദ്ദേഹത്തെ ആ ഒരു സ്ഥാനത്തേക്ക് എത്തിച്ചിട്ടുള്ളത്. റഷ്യയുടെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആണ് മിഖായിൽ മിഷുസ്റ്റിൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ആരാണ്? R. ലക്ഷ്മികാന്ത് റാവു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്പോയിന്റ്മെന്റ് ആണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ED ആയിട്ട് R. ലക്ഷ്മികാന്ത് റാവുവിനെ അപ്പോയിന്റ് ചെയ്തു. 3 ഏരിയയിലാണ് അദ്ദേഹം ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, ഡെപ്പോസിറ്റ് ഇൻഷുറൻസ് ആൻഡ് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷൻ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്ന പോസ്റ്റ് ആണ് ഗവർണർ. അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് കൂടാതെ 10 എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സ് ആണുള്ളത്. അതിലെ ഒരു വ്യക്തിയാണ് ഇപ്പോൾ അപ്പോയിന്റഡ് ആയിട്ടുള്ളത്. അത് R. ലക്ഷ്മികാന്ത് റാവു ആണ്. 2023-24 സാമ്പത്തിക വർഷത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും കോർപ്പറേറ്റുകളിൽ നിന്നും ദാതാക്കളിൽ നിന്നും 513 കോടി രൂപ സമാഹരിച്ചത് ഏത് IIT ആണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ്. IIT മദ്രാസ് ഈ കഴിഞ്ഞ 2023-24 സാമ്പത്തിക വർഷത്തിൽ 513 കോടി രൂപയാണ് സമാഹരിച്ചിട്ടുള്ളത്. അതായത് അലൂമിനി, ഡോണേഴ്സ്, കോർപ്പറേറ്റ് എന്നീ തലങ്ങളിൽ നിന്നുള്ള ഒരു ഫണ്ട് ശേഖരണമായിരുന്നു IIT മദ്രാസ്
2023-24 ഏറ്റവും കൂടുതൽ, അതായത് 513 കോടി രൂപയുടെ ഒരു ഫണ്ട് ശേഖരണമാണ് നടത്തിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷമാണെങ്കിൽ 218 കോടി രൂപയാണ് സമാഹരിച്ചിട്ടുള്ളത്. എന്നാൽ ഈ വർഷം 513. ഏതാണ്ട് 1000-ഓളം ഡോണേഴ്സ് ആണ് IIT മദ്രാസിനെ ഈ ഒരു തുകയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. 48 ഡോണേഴ്സ് 1 കോടി രൂപ വെച്ചിട്ടാണ് സംഭാവന നൽകിയിട്ടുള്ളത്. ഇതിൽ 16 അലൂമിനിയാണ്, അതായത് IIT മദ്രാസിൽ പഠിച്ചു പോയിട്ടുള്ള 16 പേരാണ് ഓരോ കോടി രൂപ വെച്ചിട്ട് IIT മദ്രാസിനെ സംഭാവന നൽകിയിട്ടുള്ളത്. കൂടാതെ 32 കോർപ്പറേറ്റ് പാർട്ട്നേഴ്സും. 2024 മെയ് 11 തായ്ലൻഡിലെ പട്ടായിൽ നടന്ന പാരാ പവർ ലിഫ്റ്റിംഗ് ലോകകപ്പ് 2024 2 വെങ്കല മെഡലുകൾ നേടിയത് ആരാണ്? സക്കീന ഖാത്തൂൺ. 2024 മെയ് 11 തായ്ലൻഡിലുള്ള പട്ടായ എന്ന സ്ഥലത്ത് പാരാ പവർ ലിഫ്റ്റിംഗ് വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ ഇന്ത്യയിലെ സക്കീന ഖാത്തൂൺ 2 ബ്രോൺസ് മെഡൽ കരസ്ഥമാക്കി. ബെസ്റ്റ് ലിഫ്റ്റും ടോട്ടൽ ലിഫ്റ്റ് എന്ന കാറ്റഗറിയിലാണ് സക്കീന ഖാത്തൂൺ ഈ ഒരു മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ളത്. അപ്പോൾ സക്കീന ഖാത്തൂൺ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് എടുത്തു പറയേണ്ട ഒന്നാണ്, ഇന്ത്യയുടെ പാരാ പവർ ലിഫ്റ്ററാണ് സക്കീന ഖാത്തൂൺ. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ മറ്റൊരു പാരാ ലിഫ്റ്റർ കസ്തൂരി രാജമണി 67 കിലോഗ്രാമിൽ ബ്രോൺസ് കരസ്ഥമാക്കി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഹാർഡ് ഹിറ്റിംഗ് ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ കോളിൻ മൺറോ ഏത് രാജ്യക്കാരനാണ്? ന്യൂസിലാൻഡ്. ന്യൂസിലാൻഡിന്റെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ബാറ്റ്സ്മാൻ ആണ് കോളിൻ മൺറോ. ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആയിട്ടുള്ള കോളിൻ മൺറോ അദ്ദേഹത്തിന്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അനൗൺസ്മെന്റ് ആണ്, അതായത് ഇന്റർനാഷണൽ മത്സരങ്ങളിൽ നിന്ന് അദ്ദേഹം വിരമിക്കുന്ന കാര്യം. ഈ വരുന്ന ജൂൺ 1 തീയതിയാണ് T20 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്നത്. ഇതിൽ അദ്ദേഹത്തിന് ന്യൂസിലാൻഡ് താരമായിട്ടുള്ള കോളിൻ മൺറോയ്ക്ക് സ്ഥാനം ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഒരു തീരുമാനം, അതായത് ഇന്റർനാഷണൽ മത്സരങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാൻ. ഇദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു ടെസ്റ്റ്, 57 വൺ ഡേ ഇന്റർനാഷണൽ, 65 T20 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള വ്യക്തിയാണ് കോളിൻ മൺറോ. കോളിൻ മൺറോ ന്യൂസിലാൻഡിന്റെ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ ആണ്. ഇന്നലെ മെയ് 12 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ഇന്ത്യൻ സൈനികരെ തങ്ങളുടെ രാജ്യത്ത് നിന്ന് പിൻവലിക്കാൻ മെയ് 10 വരെ സമയപരിധി നൽകിയ ഏത് രാജ്യത്തിന്റെ പ്രസിഡന്റാണ് മുഹമ്മദ് മുയിസ്? ഇതിന്റെ ഉത്തരം മാൽദീവ്സ്. മാൽദീവ്സിന്റെ പ്രസിഡന്റ് ആണ് മുഹമ്മദ് മുയിസ്. ഇദ്ദേഹം 2023 നവംബർ 17 മാൽദീവ്സിന്റെ പ്രസിഡന്റായി. മാൽദീവ്സിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷം അദ്ദേഹം എടുത്തിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തീരുമാനമാണ്, അതായത് ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സിനെ മാൽദീവ്സ് വിട്ടുപോകണമെന്നോ. അതനുസരിച്ച് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു മെയ് 10. അതിനു മുമ്പ് തന്നെ ഇന്ത്യൻ ഡിഫൻസ് ഫോഴ്സ് മാൽദീവ്സ് എന്ന രാജ്യത്ത് നിന്ന് പിൻവാങ്ങി. ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജെഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. എവറസ്റ്റ് കൊടുമുടി ഏറ്റവും കൂടുതൽ കയറ്റം കയറിയതിന്റെ റെക്കോർഡ് തകർത്ത ചരിത്രം സൃഷ്ടിച്ചത് ആരാണ്? കാമി റീത്ത ഷെർപ്പ. മേഘാലയയിലെ ആദ്യ വനിതാ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആയി നിയമിക്കപ്പെട്ടത് ആരാണ്? ഇദാസിഷ നോങ്റാങ്. 2024 മെയ് 13 മുതൽ 15 വരെ ടാൻസാനിയ സന്ദർശിക്കാൻ പോകുന്ന ഡയറക്ടർ ജനറൽ ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസിയുടെ പേര് ലഫ്റ്റനന്റ് ജനറൽ DS റാണ. റഷ്യയുടെ പ്രധാനമന്ത്രിയായി വീണ്ടും നിയമിതനായത് ആരാണ്? മിഖായിൽ മിഷുസ്റ്റിൻ. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായത് ആരാണ്? R ലക്ഷ്മികാന്ത് റാവു. 2023-24 സാമ്പത്തിക വർഷത്തിൽ പൂർവ്വ വിദ്യാർത്ഥികളിൽ നിന്നും കോർപ്പറേറ്റിൽ നിന്നും ദാതാക്കളിൽ നിന്നും 513 കോടി രൂപ സമാഹരിച്ചത് ഏത് IIT ആണ്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി മദ്രാസ്. 2024 മെയ് 11 തായ്ലൻഡിലെ പട്ടായിൽ നടന്ന പാരാ പവർ ലിഫ്റ്റിംഗ് ലോകകപ്പ് 2024 2 വെങ്കല മെഡലുകൾ നേടിയത് ആരാണ്? സക്കീന ഖാത്തൂൺ. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഹാർഡ് ഹിറ്റിംഗ് ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ കോളിൻ മൺറോ ഏത് രാജ്യക്കാരനാണ്? ന്യൂസിലാൻഡ്. ഇന്ന് മെയ് 13 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ഷിങ്കു ല പാസ് വിച്ച് വാസ് സീൻ റീസെന്റ്ലി ഇൻ ദ ന്യൂസ് ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? അടുത്തിടെ വാർത്തകളിൽ കണ്ട ഷിങ്കുല പാസ് ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. നമ്മൾ ഓരോ ദിവസം കറണ്ട് അഫയേഴ്സിന് വേണ്ടി സമയം കണ്ടെത്താൻ ശ്രമിക്കൂ. കാരണം ഓരോ പരീക്ഷകളിലും കറണ്ട് അഫയേഴ്സിന് പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് സമയം കണ്ടെത്തിക്കൊണ്ട് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.